പശ്ചിമ ബംഗാൾ അടിമുടി മാറി. അത് മാത്രവുമല്ല, സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി വന്നിട്ട് ബംഗാളിക്കാർ സുഖമായിട്ട് താമസിക്കാമെന്ന് വിചാരിക്കേണ്ട, നേരെ ജയിലിൽ പോകും. ഹോൾഡിംഗ് സെൻറ്റേഴ്സ് തുറന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ആദ്യത്തെ അതിഥികളും, നമ്മളിവിടെ അതിഥി തൊഴിലാളി എന്നാണല്ലോ പറഞ്ഞത്, ആദ്യത്തെ അതിഥികളും എത്തി. മാൾഡയിൽ 9 പേരും മുർഷിദാബാദിൽ 3 പേരും അതിഥികളായി എത്തിയിട്ടുണ്ട്. ഉടനെ ഡിറ്റക്ട് ചെയ്തു, ഇനി ഡിലീറ്റ് ചെയ്യുക, ഡിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. മാതൃകാപരമായ പരിപാടിയല്ലേ സർ? വളരെ നല്ല ഒരു കാര്യമാണ് ബംഗാളിൽ അധികാരി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ട് വലിയ ഉപദ്രവമായി. ഈ അനധികൃത കുടിയേറ്റക്കാരുടെ വോട്ട് കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിയും അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ CPM-ഉം ജയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവർ തോറ്റു കഴിഞ്ഞപ്പോൾ, തൃണമൂൽ കോൺഗ്രസ് ഇലക്ഷനിൽ തോറ്റു കഴിഞ്ഞപ്പോൾ മുസ്ലിങ്ങൾ മുഴുവൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ കൂടിയേക്കാണ്. അങ്ങനെയാണ് 1 ലക്ഷത്തിനടുത്ത് വോട്ട്, അവർ 1 ലക്ഷം വോട്ട് പിടിച്ചു. കഴിഞ്ഞ ദിവസം നടന്നില്ലേ ഒരു തെരഞ്ഞെടുപ്പ് നടന്നുവല്ലോ, ഡയമണ്ട് ഹാർബറിലെ ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിൽ, ഫാൽത്തയിൽ. അപ്പോൾ ഇത് എത്രയോ വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണെന്നറിയാമോ, ബംഗാളിലേക്ക് അനധികൃത കുടിയേറ്റക്കാരുണ്ടെന്ന്. അവർ സമ്മതിക്കില്ല എന്ത് ചെയ്താലും. അവർ മറ്റേ മമതാ ബാനർജിയൊന്നുമല്ല, അവർക്ക് ബംഗാളികളാണ്, ഞങ്ങൾ ബംഗാളികളെ ഉപദ്രവിക്കില്ല, അവർ ഈ നാട്ടിലെ ആൾക്കാരാണെന്നാണ് പറയുന്നത്. അപ്പോൾ സുവേന്ദു അധികാരി പറഞ്ഞിരിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ ഞങ്ങൾ കസ്റ്റഡിയിലെടുത്ത് അവർ വിദേശ പൗരന്മാരാണോ അല്ലയോ എന്ന് പരിശോധിച്ച് അവർ വിദേശ പൗരന്മാരാണെന്ന് കണ്ടാൽ ഉടനെ തന്നെ അവരെ ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യും, പറഞ്ഞു വിടും ഇവിടുന്ന്. ഡിറ്റക്ട്, ഡിലീറ്റ് ആൻഡ് ഡീപ്പോർട്ട്. ഡിറ്റക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുക, ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും റേഷൻ കാർഡും ഇതെല്ലാം ഇല്ലാതാക്കുക, ആൻഡ് ഡീപ്പോർട്ട്. ഇപ്പോൾ അത് കാരണം ഇപ്പോൾ ഒരു പുതിയ വാർത്ത വന്നേക്കണം, ബംഗ്ലാദേശ് അതിർത്തിയിൽ ബംഗ്ലാദേശ് മറ്റേ ഗാർഡ് ഉണ്ട്, അതിൻ്റെ ബോർഡർ ഗാർഡ്സ് ഓഫ് ബംഗ്ലാദേശ്, അവരിപ്പോൾ തോക്കും പിടിച്ചുകൊണ്ട് നിൽക്കുക, ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് അനധികൃതമായിട്ട് അവിടേക്ക് കുടിയേറി പാർക്കണമെന്ന് പറഞ്ഞ ആൾക്കാർ. അതൊന്നും നടക്കില്ല. കാരണം ഇവർ ബംഗ്ലാദേശ് പൗരന്മാരാണെന്ന് അവർ സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പറയാൻ പറ്റുമോ? ഇന്ത്യയിൽ നിന്ന് ഏതായാലും ബംഗാളിൽ നിന്ന് ആരെങ്കിലും ഞാൻ ബംഗ്ലാദേശി പൗരനാണെന്ന് പറഞ്ഞ് ബംഗ്ലാദേശിൽ പോവില്ല. കാരണം അത്രമാത്രം നശിച്ച രാജ്യമാണ്, അവിടെ ഭയങ്കര ദാരിദ്ര്യമാണ്, പട്ടിണിയാണ്, ഒരു മനുഷ്യനും പോവില്ല. ഇവർ വ്യക്തമായ തെളിവുകളില്ലാതെ ഇവർക്ക് പറയാൻ പറ്റില്ല ഇവർ ഇന്ത്യൻസ് പൗരന്മാരാണെന്ന്. അപ്പോൾ അവരെ പറഞ്ഞു വിടുക തന്നെ ചെയ്യും. ഇത് റോഹിംഗ്യ മുസ്ലിംസും ഉണ്ട്. ഇന്ന് തന്നെ വേറൊരു കാര്യമുണ്ട്. ഇന്ന് അമിത്ഷാ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഈ അൺറെഗുലേറ്റഡ് ആൻഡ് ഇല്ലീഗൽ ഇമിഗ്രേഷൻ, നിയന്ത്രണമില്ലാതെയും അതുപോലെ അനധികൃതമായും നടക്കുന്ന കുടിയേറ്റം ഇന്ത്യയിലെ ഡെമോഗ്രഫീനെ വളരെയധികം പ്രതികൂലമായിട്ട് ബാധിക്കുന്നതാണ് പറയുന്നത്. ഈ ഒരു രാജ്യത്തിൻ്റെ ഡെസ്റ്റിനി എന്നാണ് പറയുന്നത്. നമ്മൾ ഈ ഡെമോഗ്രഫി എന്ന് പറയുമ്പോൾ അത് അഗസ്റ്റസ് കാംപ്റ്റസ് 18-ാം നൂറ്റാണ്ടിലോ 17-ാം നൂറ്റാണ്ടിലോ ജീവിച്ചിരുന്ന ആൾ പറഞ്ഞാണ്, ഈ ഡെമോഗ്രഫിയിൽ വ്യത്യാസം വരുമ്പോൾ രാജ്യം തന്നെ ഇല്ലാതാവുക, രാജ്യത്തിൻ്റെ ഐഡൻറ്റിറ്റി തന്നെ ഇല്ലാതാവുക. കേരളത്തിലെ 40% ആവട്ടെ മുസ്ലിങ്ങൾ, കേരളം എന്ന് പറഞ്ഞ നാട് പോവും, ഇവിടെ മുഴുവൻ ഇസ്ലാമിക് റിപ്പബ്ലിക് പോലെയായിട്ട് മാറും. ഇവിടെ ജീവിക്കണമെന്നുണ്ട്. ഇപ്പം കാശ്മീരിൽ എങ്ങനെയാണ് കാശ്മീരി പണ്ഡിറ്റ് കഷ്ടം അനുഭവിച്ച് അവരെ അവിടെ നിന്ന് ഓടിച്ചു വിട്ട്, അതേപോലെ നമ്മളേക്ക് ഓടിച്ചു വിടും ഇവിടുന്നവർ. അതിന് യാതൊരു സംശയമല്ല. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ പുസ്തകം തുടങ്ങണേ തന്നെ ഒരു ആയത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, ഖുറാനിൽ വിശ്വസിക്കാത്തവരെ മുഴുവൻ കഴുത്ത് കണ്ടിച്ച് കൊല്ലണം എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ലേ. അതേപോലെ ഒരു കാലത്തും കാഫറുകളായിട്ട് കൂട്ടുകൂടരുത്, ഇൻഫിഡൽസുമായിട്ട് ഒരിക്കലും കൂട്ടുകൂടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ നാച്ചുറലി അവർ ചെയ്യുന്ന എന്താ പറയുക, അവരുടെ മതത്തിൻ്റെ വ്യൂ പോയിന്റ് നോക്കുമ്പോൾ ശരിയാണ്, അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവരെ ആ ബുക്ക് എന്തെങ്കിലും ഓൾട്ടർ ചെയ്യാൻ ശ്രമിച്ചാൽ അവരെ അപ്പോൾ കൊല്ലും. പിന്നെ ഉറപ്പല്ലേ, അത് ഗോഡ്സ് വേർഡാണ്, ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ വാക്കുകളാണ് അതൊക്കെ. അത് അങ്ങനെ തന്നെ വള്ളി വിസർഗം വിടാതെ മറ്റേ അനുസരിക്കുക എന്നുള്ളതാണ് ഇവരുടെ കാര്യം. അപ്പോൾ ഇത് ഈ ഹോൾഡിംഗ് സെൻറ്റേഴ്സ് എല്ലാ ജില്ലകളിലും ഉണ്ട് ഹോൾഡിംഗ് സെൻറ്റേഴ്സ്. അപ്പോൾ സാധാരണഗതിയിൽ എന്താ ചെയ്യാമെന്നറിയോ, ഈ വിദേശിയാണ് എന്ന സംശയത്തിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അവരെ കൊണ്ട് കോടതിയിൽ ഹാജരാക്കും, റിമാൻഡ് ചെയ്യിപ്പിക്കാനായിട്ട്. എന്നിട്ട് അതല്ലെങ്കിൽ മറ്റേ ഫോറിൻ സിറ്റിസൺസ് ആക്ടിൻ്റെ സെക്ഷൻ 14 ഒരു സെക്ഷനുണ്ട്, അത് പ്രകാരം ഇവരുടെ പേരിൽ കേസ് ചാർജ് ചെയ്യും. അതൊന്നുമില്ല, കേസും ചാർജ് ചെയ്യില്ല, കോടതിയിലും കൊണ്ടുപോയില്ല, നേരെ കൊണ്ട് ഹോൾഡിംഗ് സെൻറ്ററിൽ കൊണ്ട് തള്ളും. ഇവർക്ക് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ദിവസം അവർ എന്താ പറയുന്നത്, ബംഗ്ലാദേശിലേക്ക് കടത്തി വിട്ടേക്കും, തള്ളി പറഞ്ഞു വിട്ടോളും, പൊക്കം ഇവിടെ നിന്നാൽ കൊല്ലുമെന്ന് പറഞ്ഞു വിടും. അതാണ് നടക്കാൻ പോണത്.
ഈ അനധികൃത കുടിയേറ്റക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അവർ പറയണ അവരൊന്നും ചെയ്യാൻ പാടില്ല, അവർ നമ്മുടെ അതിഥികളാണെന്ന്. എന്നാൽ പിന്നെ ഈ അതിഥികളെ അവർ ഈ പറയുന്നവർ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കട്ടെ. മനുഷ്യാവകാശ പ്രവർത്തകർ കുറേ എണ്ണം ഉണ്ടല്ലോ ജോലിയില്ലാണ്ട് കിടക്കണേ. അവരൊക്കെ സമ്പന്നന്മാരാണ് കേട്ടോ. പലരും ഉണ്ട് ഈ വിദേശത്തൊക്കെ പോയി ബഹിരാഷ്ട്ര കമ്പനികളുടെ മാനേജർമാരും എക്സിക്യൂട്ടീവ്സൊക്കെ ആയിട്ട് ജോലി ചെയ്ത് കോടികൾ സമ്പാദിച്ചിട്ട് ഇവിടെ വന്നൊരു വീടും ലോ കോസ്റ്റ് ഹൗസ് ഒരെണ്ണം ബേക്കർ സ്റ്റൈൽ വീടും പണിത് താമസിക്കുന്നവരുണ്ട്. അവരാണ് ഏറ്റവും വലിയ ഇവരുടെ എന്താണ് ശക്തരായ പിന്തുണ നൽകുന്നവർ. അവരുടെ വീട്ടിലിട്ട് കൊണ്ട് താമസിപ്പിക്കട്ടെ ഈ അനധികൃത കുടിയേറ്റക്കാരെ. അവർ ചെയ്യുമോ? താമസിപ്പിക്കില്ല എന്ന് മാത്രവുമല്ല സാർ, ഇവിടെ താമസിപ്പിച്ച ആൾക്കാരുണ്ട്. അതായത് ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി വന്നിട്ട് കൊൽക്കത്തയിൽ, അത് പശ്ചിമ ബംഗാളിൻ്റെ ഹൃദയഭാഗമായ കൊൽക്കത്തയിൽ വന്നിട്ട് താമസിച്ച ആൾക്കാർ ഒരു റൂം എങ്ങാനും ഒരു വീടിൻ്റെ ഭാഗമെങ്ങാനും റെൻറ്റിന് ചോദിക്കും. അവിടെ ആദ്യം വരുന്ന 2 പേരായിരിക്കും താമസിക്കാൻ വരുന്നത്. പിന്നെ അതൊരു കൂട്ടമാവും. ആ വീട് ആ ഹൗസ് ഓണറെ അവസാനം അവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടിട്ട് ഇവരത് കയ്യേറി അവരുടേതാക്കി മാറ്റും. അങ്ങനെയുള്ള 100 കണക്കിന് വീടുകൾ കൊൽക്കത്ത നഗരത്തിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതായത് സ്വന്തം എസ്റ്റേറ്റുകൾ പോയ ആൾക്കാരുണ്ട്, സ്വന്തം ഈ പറയുന്ന തോട്ടം കൃഷിഭൂമി നഷ്ടപ്പെട്ടവരുണ്ട്, സർക്കാരിൻ്റെ ഭൂമി നഷ്ടപ്പെട്ടു. ഇപ്പോൾ വീടുകൾ പോലും കൊൽക്കത്തയിൽ, അങ്ങനെ വീടുകൾ പോലും കൊൽക്കത്ത നഗരത്തിൽ നഷ്ടപ്പെട്ട ഇന്ത്യക്കാരുണ്ട്. ബംഗ്ലാദേശികൾ കയ്യേറി താമസിക്കുകയാണ്. അവരെയൊക്കെ പുറത്താക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ കേരളത്തിൽ വന്നിട്ടുള്ള ബംഗ്ലാദേശികളെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അവരോട് വീട് എവിടെയാണെന്ന് വെച്ചാൽ അവർ ഉടനെ പറയും മുർഷിദാബാദ് എന്ന് പറയും, അതല്ലേ മാൾഡ എന്ന് പറയും. കാരണം ഇത് 2 അതിർത്തി ജില്ലകളാണ്. അപ്പോൾ അവിടെ നിന്ന് ബംഗ്ലാദേശിലേക്ക് ഈ പറഞ്ഞ പോലെ അതിർത്തി പ്രൊട്ടക്റ്റഡ് അല്ലല്ലോ, ഫ്രീ അല്ലേ, നടന്നു പോകാവുന്നതേ ഉള്ളൂ. അവരിവിടുന്ന് പോണെങ്ങനെയാണെന്ന് അറിയാമോ? 2 മാസം കൂടുമ്പോഴാണ് അവർ വിമാനത്തിലാണ് പോണേ. കൊച്ചിൻ ടു കൽക്കത്ത ആൻഡ് കൽക്കത്ത ബാക്ക് ടു കൊച്ചിൻ വിമാനത്തിലെ യാത്രയുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവർ വിമാനത്തിൽ യാത്ര ചെയ്യണതിന് കുറ്റപ്പെടുത്തുന്നതല്ല. അവർ ഈ പ്രിയൻ പറഞ്ഞ പോലെ ഒരു വീട് എടുക്കും. ഒരു റൂം എടുക്കുക. ആ റൂമിനകത്ത് ഒരു 25-30 പേരുണ്ട്. അവർ മുഴുവൻ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരും കയറി പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കോമൺ ഷെയറിങ് ആണ്. കോമൺ കിച്ചണിൽ എല്ലാ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ജീവിക്കും. കിട്ടുന്ന പൈസയിൽ ഒരു ദിവസം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത റേറ്റിൽ, ലോവസ്റ്റ് റേറ്റിലാണ് അവർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിയണം മുഴുവനും. പിന്നെ അതിനിടയ്ക്ക് മയക്കുമരുന്ന് കച്ചവടം അതൊക്കെ ഉണ്ട്. നല്ലൊരു ശതമാനം, ലക്ഷക്കണക്കിന് പേര് പെരുമ്പാവൂർ നഗരത്തിൽ, എൻ്റെ ടൗൺ പെരുമ്പാവൂരാണ്. അവിടെ എത്ര പേരാണെന്ന് പറയാം, 1000-ത്തിനടുത്ത് പ്ലൈവുഡ് ഫാക്ടറീസ് ഉണ്ട് പെരുമ്പാവൂർ ചുറ്റളവിലായിട്ട്. ഒരു പ്ലൈവുഡ് ഫാക്ടറിയിൽ 100 പേര് വെച്ച് ജോലി ചെയ്യുന്നുണ്ട്. ആവറേജ് 100 പേരുണ്ടെങ്കിൽ എത്ര പേരായി നിന്ന് ആലോചിച്ച് നോക്കി. അതുപോലെ ചായക്കടകളിൽ ചായ അടിക്കാനും പൊറോട്ട അടിക്കാനും ഒക്കെ നിൽക്കണ ബംഗ്ലാദേശികരാണ്. പിന്നെ വേറൊരു ഇടപാടുണ്ട്, കുലുക്കിക്കുത്ത് സർബത്ത് എന്ന് പറഞ്ഞ, അത് ബംഗ്ലാദേശുകാരാ മുഴുവൻ ചെയ്യണത്. അത് നോക്കി അവരോട് ചോദിച്ചാൽ ചിലർ ആസാം എന്നാണ് വീട്, എന്താ പറയാ, മറ്റേ ബംഗ്ലാദേശ് എന്നാരും പറയില്ല, ആസാമിലാന്ന് പറയും, അല്ലെങ്കിൽ ബംഗാളിലാന്ന് പറയും. അപ്പൊ ഇതൊരു വലിയ പ്രശ്നമാണ്. ഇത് ഞാൻ പലയിടത്തും സംസാരിച്ചിട്ടുണ്ട്, ഹിന്ദി അറിയാന്നുള്ളതുകൊണ്ട് സംസാരിക്കാൻ നമുക്ക് എളുപ്പമാണ്. അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ഇവര് ഏത് സ്ഥലം എവിടുന്ന് വന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും സ്ഥലത്തിന്റെ പേര് പറയും. അപ്പൊ അവിടെ ഏത് ഗാവ് അല്ലെങ്കിൽ ഏത് ഗ്രാമത്തിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഉത്തരവില്ല. അവിടെ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതർന്ന് കാണാം. ഇവർക്ക് ഉത്തരമില്ല. ഇവർ ഭൂരിപക്ഷം ആൾക്കാരും ഈ പറയുന്ന ബംഗ്ലാദേശികളാണ്, അവിടെ നിന്ന് വന്നവരാണ്. ഇതിലിപ്പോൾ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിനെ കൂടി പറഞ്ഞുതരാം സാർ. അതായത് നോർത്ത് ഈസ്റ്റിൻ്റെ മറ്റ് ജില്ലകളിൽ, അതായത് ഇവർ ഈ ബംഗാൾ വഴി, പശ്ചിമ ബംഗാൾ വഴി അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ആസാമിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ആസാമിൽ നിന്ന് ഇവർ ഇപ്പോൾ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലെ മറ്റ് സ്ഥലങ്ങളിലാണ്. അവിടെ ചെന്നിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പം നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ക്രിസ്ത്യാനികളാണ്. ആ ക്രിസ്ത്യാനികളുടെ ജീവിതം, അവരുടെ രീതി, ഈ ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഗോത്ര വിഭാഗങ്ങളിൽ നിന്ന് കൺവെർട്ട് ആയവരാണ്. അവർക്ക് എങ്കിലും അവരുടെ സാംസ്കാരികമായ ജീവിതം അവർ പലരും ഉപേക്ഷിച്ചിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ചിലപ്പോൾ ക്ഷേത്രം ഉള്ളവരായിരിക്കും ക്രിസ്ത്യാനിയായിട്ടായിരിക്കും വിശ്വസിക്കുന്നത്, അതവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കും. ഇവർ കുടിയേറ്റക്കാർ ചെന്നിട്ട് അതിനെ പോലും അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരുടെ സംസ്കാരത്തെ മൊത്തം പൊല്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അവരുടെ പരാതി. ഇത് ആസാമിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നടപടികൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ബംഗാളിലും എടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റിലേക്കും ഒരു വലിയ ഒരു ഒഴുക്ക്, ഒരു എക്സോഡസ് വരും. അത് കൂടാണ്ട് കേരളത്തിലേക്കും വരും. നേപ്പാൾ ഇസ് എ ഗോൺ കേസ്. നേപ്പാളിൽ സർവൈവ് ചെയ്യണമെങ്കിൽ അത് പഴയ പോലെ ഒരു ഹിന്ദു കിങ്ഡം ആയിട്ട് സർവൈവ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ രാഷ്ട്രത്തിൻ്റെ ഭാവിക്ക് നല്ലത്. പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അതുവരെ ഭരിച്ചിരുന്ന കിങ് ബീരേന്ദ്ര ബിക്രം സാഹയും കുടുംബവും ആ രാജ്യം മൊത്തം കുളമാക്കി. കാരണം
കാരണം അഴിമതി നടത്തി ചെറുക്കൻ ഡ്രഗ് അടിച്ചായിരുന്നു രാജാവിൻ്റെ മൂത്ത മകൻ. അവനെല്ലാം അവൻ്റെ അപ്പനെയും അമ്മയ്ക്ക് വെടിവെച്ച് കൊന്നു പറയണേ, നമുക്കറിയില്ല എന്താ നടന്നത്. എല്ലാത്തിനെയും കൊന്നു. അങ്ങനെ ഒരു മോളോ ഒരു മകനോ ആരാണ്ടൊക്കെ ബാക്കി അവശേഷിച്ചിട്ടുള്ളൂ തോന്നുന്നു. അത് എന്താണ് ഉണ്ടായത് കൂടി ഇന്നേ വരെ അതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്തിയിട്ടില്ല. രഹസ്യമാണ്, അത് ഭയങ്കര ദുരൂഹമാണ്. പറയുന്നുണ്ട് ഇതിനകത്ത് CIA കൈ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും സംശയമുണ്ട്. അവിടെ എത്രമാത്രം എന്താ കോൺവെന്റ്സും പിന്നെ സെമിനാരികളുണ്ടെന്നറിയാമോ? എത്രമാത്രം കന്യാസ്ത്രീകളാണ് കേരളത്തിൽ നിന്ന് പോയവർ മാത്രം ഉള്ളതെന്നറിയാമോ? എത്രമാത്രം പള്ളിയിൽ അച്ഛന്മാർ, അവർക്ക് എന്താ അവിടെ കാര്യം നേപ്പാളിൽ? അപ്പോൾ അത് അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ്. ഇത് കേരളത്തിലേക്ക് വരും, വലിയ അധികം താമസിക്കണ്ട. ഇപ്പം തന്നെ കേരളത്തിൽ നല്ലൊരു ശതമാനം ഉണ്ടല്ലോ അതിഥി തൊഴിലാളികൾ. അതെ, ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇവരെയൊക്കെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങൾ സുവേന്ദു അധികാരി തയ്യാറാക്കി കഴിഞ്ഞു. ഇനി ഇവർക്ക് രക്ഷയില്ല. ഒന്നുകിൽ ബംഗ്ലാദേശിലേക്ക് ഓടണം, ഇല്ലെങ്കിൽ ഇവിടുന്ന് ഡിപ്പോർട്ട് ചെയ്തോളൂ. സർക്കാർ തലത്തിൽ അതിർത്തി കടത്തിക്കോളും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.